അടിമകളാണ്. നമുക്ക് ഈ ലോകത്ത് ചെയ്യാൻ ഓരോ നിർബന്ധാക്കപ്പെട്ട ഇബാദത്തുകളുണ്ട്, സുന്നത്താക്കപ്പെട്ടവയുമുണ്ട്. ഇവയെല്ലാം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. നമ്മൾ ഈ ലോകത്ത് എന്ത് തെറ്റ് ചെയ്യുന്നുവോ അതിന് ഓരോന്നിനും ഓരോ ശിക്ഷയായിട്ട് നമുക്ക് നാളെ പരലോകത്ത് കിട്ടുന്നതായിരിക്കും. നമ്മൾ നമ്മുടെ പ്രവാചകനായ മുത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ അനുസരിച്ച് ജീവിക്കണം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് കുറച്ച് നരകാവകാശികളെ പരിചയപ്പെടുത്തി തരാം. നബി തങ്ങൾ മിഅ്റാജിന്റെ യാത്രയിൽ ഏഴാനാകാശത്ത് അള്ളാഹുവിന്റെ അടുത്ത് പോകുമ്പോൾ 3 നരകാവകാശികളെ കണ്ടിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ വിഭാഗം ആൾക്കാരാണ് നഖങ്ങൾ ചെമ്പോളം വലിപ്പത്തിൽ നീളമുള്ളതും അതുകൊണ്ട് നെഞ്ചുകൾ ഇങ്ങനെ പിളർക്കുകയും അത് യോജിപ്പിക്കുകയും പിന്നീട് പിളർക്കുകയും ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ. ഇവരെ കൊണ്ട് നബി തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തു, ഇവർ ദുനിയാവിൽ മറ്റുള്ളവരെ ജീവിക്കാൻ സമ്മതിക്കാത്തവരാണ്, മറ്റുള്ളവരുടെ തിന്മകൾ പറഞ്ഞു നടക്കുന്നവരാണ്, മറ്റുള്ളവരുടെ അഭിമാനത്തിന് ഇവർ ബാധ്യതയാവുന്നവരാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരുടെ കണ്ണുനീരിന് കാരണക്കാരാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. നബി തങ്ങൾ അവിടുന്ന് വീണ്ടും നടന്നപ്പോൾ രണ്ടാമത്തെ വിഭാഗം ആൾക്കാരെ കണ്ടു. അവരാണ് ഒരു വലിയൊരു പാറക്കല്ലുമേൽ തലകൾ അടിക്കുന്നു, പുളക്കുന്നു, വീണ്ടും തലയായി യോജിക്കുന്നു, ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നബി തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇവരുടെ തലക്ക് ദുനിയാവിൽ നിന്ന് നിർബന്ധമാക്കപ്പെട്ട നിസ്കാരങ്ങൾ വലിയ ബാധ്യതകളായിരുന്നു എന്ന്. അവിടുന്ന് വീണ്ടും നടന്നപ്പോൾ നബി തങ്ങൾ മൂന്നാമത്തെ വിഭാഗം ആൾക്കാരെ കണ്ടു. അവരാണ് 2 പാത്രത്തിൽ മാംസങ്ങളുണ്ട്. ഒരു പാത്രത്തിൽ ചീഞ്ഞു മുഷിഞ്ഞു പുഷുകൾ വരുന്ന മാംസവും ഒരു പാത്രത്തിൽ നല്ല മാംസവും ഉണ്ട്. അവർ ചീത്തയായ മാംസങ്ങൾ ഭക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നു, ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇത് ദുനിയാവിൽ ഹലാലായ അള്ളാഹു നിർബന്ധമാക്കപ്പെട്ട ഭാര്യ ഭർത്താവിനെയും വെച്ച് അന്യ സ്ത്രീ പുരുഷന്മാരുടെ അടുത്ത് പോകുന്നവരാണ്. അവരാണ് ഈ ഭക്ഷണങ്ങൾ കഴിക്കുന്നത്. നാം ഓരോരുത്തരും ഇതിൽ പറഞ്ഞ തെറ്റുകളിൽ പെടാതെ നമ്മുടെ ജീവിതം ശ്രദ്ധിക്കുക. നാം എല്ലാവരും പ്രവാചക